പ്രിയ സഹോദരങ്ങളെ, ദൈവം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സീനായ് മലയുടെ മുകളിൽ ഇറങ്ങി വന്ന് ഇസ്രായേൽ ജനത്തിന് പ്രത്യക്ഷനാകുന്നു. ജനമെല്ലാം തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് മൂന്നാം ദിവസം പ്രഭാതത്തിൽ ദൈവത്തെ കാത്ത് മലയുടെ ചുറ്റും ഒരു അതിർത്തിയൊക്കെ നിർണയിച്ച് അതിന് പുറത്ത് നിൽക്കുകയാണ്. പ്രഭാതത്തിൽ ദൈവം ശക്തമായ ഇടിമുഴക്കത്തോടും മിന്നൽ പിണരുകളോടും കൂടെ ഒരു മേഘത്തിൽ സീനായ് മലയിലേക്ക് ഇറങ്ങി വരികയാണ്. ശക്തമായ ഉച്ചഘോഷങ്ങളും കാഹളധ്വനിയും, അതുപോലെ തന്നെ കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതുകൊണ്ട് മല മുഴുവൻ പുക കൊണ്ട് നിറയുകയാണ്. തീച്ചുളയിൽ നിന്നെന്ന പോലെ പുക ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. വലിയ ഭീകരമായ ഘോരമായ ശബ്ദങ്ങൾ, ഇടിമുഴക്കങ്ങൾ, മിന്നൽ പിണരുകൾ, കാഹളധ്വനികൾ, ഇതെല്ലാം മലയാകട്ടെ ഇളകി വിറച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ട ജനം പറഞ്ഞു, മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, കർത്താവ് ഞങ്ങളോട് സംസാരിക്കേണ്ട. കാരണം ഞങ്ങൾ അവിടുത്തെ ശബ്ദം കേട്ടാൽ മരിച്ചു പോകും. അത്രയ്ക്ക് ഭയവിഹ്വലരായി ആ ജനങ്ങൾ മാറി. ഒരു മേഘത്തിൽ കർത്താവ് കടന്നു വന്ന ഒരവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത്. സർവശക്തനായ ദൈവം, ആ ദൈവത്തിൻ്റെ പ്രഭാവം മനുഷ്യർക്കൊരിക്കലും താങ്ങുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പുത്രനായ ദൈവം ആദിയിലുണ്ടായിരുന്ന വചനം മനുഷ്യനായി അവതരിച്ചപ്പോൾ പിന്നീട് ആ മനുഷ്യനായ ഈശോ തന്നെ അപ്പമാക്കി ദിവ്യകാരുണ്യമാക്കി മാറ്റിയപ്പോൾ ഒരൊച്ചയും ബഹളവും ഘോരശബ്ദങ്ങളും മിന്നൽ പിണരുകളും ഇടിമുഴക്കങ്ങളും കൊടുങ്കാറ്റും അഗ്നിയും ധൂമപടലവും ഇല്ലാതെ തന്നെ അവിടുത്തെ സാന്നിധ്യം, ഒന്നും പേടിക്കാതെ അവിടുത്തെ അടുത്ത് ചെന്നിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒരു ചെറിയ കാറ്റടിച്ചാൽ പറന്നു പോകുന്ന അത്രയും ലോലമായ ഒരപ്പത്തിൽ ദൈവം നമുക്ക് സന്നിഹിതനാകുന്നു. എത്ര മനോഹരമായ ഒരു സാന്നിധ്യം!